ഇന്ന് നമ്മുടെ കുട്ടികളെ നോക്കിയാ എന്ത് സുന്ദരന്മാരും സുന്ദരികളും ആ കുട്ടികള്. അന്ന് നമുക്കൊന്നും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാ സൗന്ദര്യം ഉണ്ടായേ. എന്റെ നാട്ടിൽ സ്കൂളിൽ പോകാത്ത ദിവസം കുപ്പായിട്ട് നടക്കുന്ന ഒരു കുട്ടീനെ കാണൂല. ഈല വള്ളിയിൽ ഒരു ട്രൗസർ ഉണ്ടല്ലേ, ഓടിപ്പോകുമ്പോ ഈ വള്ളി ഇടക്കിടക്ക് ഈല ഊരിങ്ങി പോരും. അന്നേരം ബെർലിട്ടിട്ട് നേരെയാക്കിയിട്ട് നാരദൻ തമ്പുരു മീട്ടി പോകുമ്പോൾ ഇങ്ങനെ നാരായണ നാരായണ ഇങ്ങനെ നേരെയാക്കിയിട്ട് ഓടുക. ആ ട്രൗസറിന്റെ പിൻഭാഗം ഓട്ടയായിരുന്നു. കാരണം അന്ന് വീഗാലാൻഡും വിസ്മയ പാർക്കും ഇല്ല. വൃത്തിക്ക് ചെരിഞ്ഞ വൃത്തിക്കൊമ്പൊന്നും ഊരല്ല നമ്മളെ വീഗാലാൻഡ്. പൊളുക്കൊക്കെ കുടുങ്ങിയിട്ട് ട്രൗസർ കീറും, പാളയിൽ ഇരുന്ന് വലിക്കുമ്പോൾ ചരൾ കയറിയിട്ട് ട്രൗസർ കീറും, കേസ് കീറിയിട്ട് ബ്ലാഡർ പുറത്ത് കാണുന്ന ബോൾ പോലെ ഉണ്ടാവും നമ്മുടെ പിൻഭാഗം കാണുമ്പോൾ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ അല്ലേ. ആ ട്രൗസർ അന്ന് ഈ നെഞ്ച് പല ബിസ്ക്കറ്റ് പോലെ വാരികളെല്ലാം പുറത്ത് കാണുമായിരുന്നു. അന്ന് കുടല് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഗ്രഹണി പിടിച്ചിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ കുടല്. മൂക്കുന്ന എപ്പം 11 ഇറങ്ങി വരും. പല്ലെല്ലാം പുഷ്പല്ല, കൊന്ത്രമ്പല്ല. മുടിയെല്ലാം പാറി പറത്തിട്ടുണ്ടാവും. നഖെല്ലാം കുഴിനകായിട്ടുണ്ടാവും. അങ്ങനെ തലയിൽ പേനരിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും വളർന്നു വന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളെ നോക്കിയാ അതുപോലത്തെ ഒരു കുട്ടീനെ കാണാൻ പറ്റുമോ? എന്ത് സുന്ദരന്മാരും സുന്ദരികളും ആ കുട്ടികള്. അന്ന് നമുക്കൊന്നും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാ സൗന്ദര്യം ഉണ്ടായേ. ഇപ്പൊ ഇവിടെ മുമ്പിൽ ഇരിക്കുന്ന ഷഷ്ടിപൂർത്തിയായി കഴിഞ്ഞ ആളാന്നൊന്നും തോന്നുന്നില്ല. എല്ലാം കണ്ടാൽ വേണമെങ്കിൽ ഒരു കല്യാണം കൂടി നടത്താൻ പറ്റിയ അല്ലേ, അതുപോലെയാണ് രൂപമുള്ളത്. അന്ന് നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ എന്ന് പറഞ്ഞാൽ നാരിച്ച് പൂളിച്ച് വയസ്സന്മാർ, നമ്മൾ പിരിയാൻ നോക്കുന്ന മാഷന്മാർ. ഇന്നിപ്പോ ഇങ്ങളെ പഠിപ്പിച്ച മാഷന്മാർ ഇത്ര വയസ്സായിട്ടും കണ്ടാൽ അത്ര വലിയ വയസ്സൊന്നും തോന്നില്ല. നമ്മുടെ കാലം ഒരുപാട് മുന്നോട്ട് പോയി.